തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 15-ാം അധ്യായം. ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക്. ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലം ഒരുക്കി കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിനെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. അഹ്റോൻ്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും 120 സഹോദരന്മാരും, മെറാറി കുടുംബത്തലവനായ അസായായും 220 സഹോദരന്മാരും, ഗെർഷോം കുടുംബത്തലവനായ ജോയേലും 130 സഹോദരന്മാരും, എലിസാഫാൻ കുടുംബത്തലവനായ ഷെമായായും 200 സഹോദരന്മാരും, ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും 80 സഹോദരന്മാരും, ഉസിയേൽ കുടുംബത്തലവനായ അമിനാദാബും 112 സഹോദരന്മാരും, പിന്നീട് സാദോക്ക്, അബിയാഥർ എന്നീ പുരോഹിതന്മാരെയും ഉറിയേൽ, അസായ, ജോയേൽ, ഷെമായ, എലിയേൽ, അമിനാദാബ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ലേവ്യ ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവ്യ കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയേലിൻ്റെ മകൻ ഹേമാൻ, അവൻ്റെ ചാർച്ചക്കാരൻ ബെറാക്യായുടെ മകൻ ആസാഫ്, മെറാറി കുടുംബത്തിലെ കുഷായയുടെ മകൻ ഏഥാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സക്കറിയ, യാസിയേൽ, ഷെമിറാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബെനായ, മാസയ, മത്തീത്തിയ, എലിഫലേഹു, മിക്നയ എന്നിവരെയും ഓബേദ് എദോം, ജെയ്യേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സക്കറിയ, അസിയേൽ, ഷെമിറാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, മാസയ, ബെനായ എന്നിവർ അലാമോത്ത് രാഗത്തിൽ കിന്നരം വായിച്ചു. മത്തീത്തിയ, എലിഫലേഹു, മിക്നയ, ഓബേദ് എദോം, ജെയ്യേൽ, അസാസിയ എന്നിവർ ഷെമിനീദ് രാഗത്തിൽ വീണ വായിച്ചു. ലേവ്യരിൽ സംഗീതജ്ഞനായ കെനനിയ ഗായക സംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബെറാക്യ, എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിൻ്റെ കാവൽക്കാർ. ഷെബാനിയ, യോസഫാത്ത്, നെഥാനേൽ, അമസായി, സക്കറിയ, ബെനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിനു മുൻപിൽ കാഹളം മുഴക്കി. ഓബേദ് എദോം, യഹിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ഓബേദ് എദോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാളുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു.
ദാവീദ് ചണം കൊണ്ടുള്ള ഏഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായം. അവർ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരിക്കുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു. ദൈവസന്നിധിയിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അതിനുശേഷം ദാവീദ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷ്ണം മാംസവും ഓരോ അടയും കൊടുത്തു. കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടുത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനും ആയി ദാവീദ് ലേവ്യരിൽ ചിലരെ നിയോഗിച്ചു. അവരിൽ പ്രമുഖൻ ആസാഫ്, അവന് താഴെ സക്കറിയ, ജെയിയേൽ, ഷെമിറാമോത്ത്, യഹിയേൽ, മത്തീത്തിയ, എലിയാബ്, ബെനായ, ഓബെദ് എദോം, ജെയിയേൽ എന്നിവരെ കിന്നരവും വീണയും വായിക്കാൻ നിയമിച്ചു. കൈത്താളം അടിക്കാൻ ആസാഫിനെയും. ബെനായ, യഹസിയേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം കാഹളം മുഴക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രഗീതം ആലപിക്കാൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്ന് തന്നെ നിയമിച്ചു. സ്തോത്രഗീതം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. പാടുവിൻ, അവിടുത്തേക്ക് സ്തുതി പാടുവിൻ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആഹ്ലാദിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. കർത്താവിൻ്റെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ, യാക്കോവിൻ്റെ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്. അവിടുന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു. തൻ്റെ ഉടമ്പടി 1000 തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസഹാക്കിനോട് ചെയ്ത ശപഥം അവിടുന്ന് എന്നും ഓർക്കുന്നു. അതിനെ യാക്കോബിന് ഒരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. കാനാൻ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും, കർത്താവ് അരുളിച്ചെയ്തു. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളും ആയിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു. അവിടുന്ന് അരുളിച്ചെയ്തു, എൻ്റെ അഭിഷിക്തരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ഭൂതലമേ, കർത്താവിന് ഗാനമാലപിക്കുവിൻ, അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ. രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ, ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനാണ്, സർവ്വദേവന്മാരെയും കാൾ ആരാധ്യനുമാണ്. ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളും. കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു, മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു. ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ. തിരുമുൻപിൽ കാഴ്ച സമർപ്പിക്കുവിൻ, കർത്താവിൻ്റെ പരിശുദ്ധ തേജസ്സിന് മുൻപിൽ വണങ്ങുവിൻ. ഭൂതലം കർത്താവിൻ്റെ മുൻപിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ, ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ. വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതം ആലപിക്കട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ.
അങ്ങേ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ. ജനം ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപാകെ നിരന്തോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോടുകൂടെ ഓബേദ് എദോമും 68 സഹോദരന്മാരും ഉണ്ടായിരുന്നു. യെദുഥൂനിൻ്റെ മകൻ ഓബേദ് എദോം, ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബെയോനിലെ ആരാധനാ സ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതുമായ കൽപ്പനകൾ അനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിച്ചു. അവരോടുകൂടെ ഹേമാൻ, യെദുഥൂൻ എന്നിവരും കർത്താവിൻ്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യെദുഥൂനും ആണ് ആരാധനാഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യെദുഥൂൻ്റെ പുത്രന്മാരെ വാതിൽ കാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി ദാവീദ് തൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി. ദിനവൃത്താന്തം 1-ാം പുസ്തകം 17-ാം അധ്യായം. നാഥാൻ്റെ പ്രവചനം. ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു, എന്നാൽ കർത്താവിൻ്റെ പേടകം കൂടാരത്തിലാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല. ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയ്ക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരുകൊണ്ട് ആലയം പണിയിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആടുമേയിച്ച് നടന്ന് നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ മുൻപിൽ നിന്ന ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെക്കാൾ കീർത്തിമാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്കൊരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ? ദൈവമേ, അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു. ഈ ദാസൻ്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്തു പറയുവാൻ കഴിയും? ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവെ, ഈ ദാസിനു വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു. അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവെ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏതു ജനമുണ്ട്? അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി. മഹാത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ നിർമ്മാർജ്ജനം ചെയ്തു. മഹത്വം ആർജിച്ചു. കർത്താവെ,
അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവെ, ഈ ദാസിനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളിച്ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസൻ്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസിനു വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവെ, അങ്ങാണ് ദൈവം. ഈ ദാസിന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസിൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിൽ ആയിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ദിനവൃത്താന്തം 1-ാം പുസ്തകം 18-ാം അധ്യായം. ദാവീദിൻ്റെ യുദ്ധങ്ങൾ. ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിച്ചു. അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നീട് മോവാബിനെ തോൽപ്പിച്ച് മോവാബ്യർ ദാവീദിൻ്റെ ദാസന്മാരായി തീർന്ന കപ്പം കൊടുത്തു. സോബ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു. ദാവീദ് അവൻ്റെ 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. 100 രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു. ദമാസ്കസിലെ സിറിയക്കാർ സോബ രാജാവായ ഹദദേസറിൻ്റെ സഹായത്തിനെത്തി. എന്നാൽ ദാവീദ് 22,000 സിറിയക്കാരെ കൊന്നൊടുക്കി. സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽപ്പട്ടാളത്തെ നിയോഗിച്ചു. സിറിയക്കാർ ദാവീദിൻ്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിൻ്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു. ഹദദേസറിൻ്റെ നഗരങ്ങളായ തിഫാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു. അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബ രാജാവായ ഹദദേസറിൻ്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു. ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിൻ്റെ അടുത്ത് തോവു തൻ്റെ മകൻ ഹദോറാമിനെ അയച്ചു. കാരണം തോവു ഹദദേസറുമായി കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു. ഏദോമിൽ നിന്നും മോവാബിൽ നിന്നും അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ മകൻ അബിഷായി ഉപ്പു താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ വധിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോമ്യർ ദാവീദിൻ്റെ ദാസന്മാരായി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി ഭരിച്ചു. ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹിലൂദിൻ്റെ മകൻ യഹോഷാഫാത്ത് നടപടി എഴുത്തുകാരനും ആയിരുന്നു. അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അബിയാഥറിൻ്റെ മകൻ അബിമലേക്കും പുരോഹിതന്മാരും ശൗഷ കാര്യവിചാരകനും ആയിരുന്നു. യഹോദായയുടെ മകൻ ബെനായ കെറേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും ദാവീദിൻ്റെ പുത്രന്മാർ രാജാവിൻ്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.